ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ പൊമോഗ്രാനേറ്റ് പൊളിച്ചെടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊമോഗ്രാനേറ്റ് ഒട്ടും വേസ്റ്റ് ആകാതെ പൊളിച്ചെടുക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങളെ പൊമോഗ്രാനേറ്റ് ഡീസീഡ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ പൊമോഗ്രാനേറ്റ് സെലക്ട് ചെയ്യാമെന്ന് ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല റൗണ്ട് ആയിട്ടുള്ള പൊമോഗ്രാനേറ്റ് സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് കുറച്ചൊരു സ്ക്വയർ ഷേപ്പിലുള്ള പൊമോഗ്രാനേറ്റ് സെലക്ട് ചെയ്യാൻ നോക്കണം. അതിൻ്റെ സൈഡ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബൾജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളതാണ് പ്രോപ്പർ റൈപ്പ് ആയിട്ടുള്ള പൊമോഗ്രാനേറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കണം. കുറച്ച് പാടാണ് അത് കമ്പയർ ചെയ്യാൻ. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൈ പിടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് റെഡ് കളറിലുള്ള പൊമോഗ്രാനേറ്റ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലൈറ്റ് പിങ്ക് തൊട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലാണെങ്കിൽ അതിനകത്തുള്ള സീഡ്സ് നല്ല റെഡ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അത്ര ഡാർക്കൊന്നും അല്ല. എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ അകം ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ളത് എടുക്കരുത്. അത് ചിലപ്പം ചീഞ്ഞതാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പൊമോഗ്രാനേറ്റ് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡീസീഡ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് റൗണ്ടിൽ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലൈൻ വരച്ചതിന് ശേഷം കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഞാൻ കട്ട് ചെയ്യുകയാണ് സാധാരണ പതിവ്. ഇനി കത്തിയുടെ ടിപ്പ് വെച്ച് നിങ്ങൾക്ക് പയ്യെ ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി ഒത്തിരി അകത്തോട്ട് കയറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ കാണിച്ചിട്ടില്ലേ, ഇത്രയും ഭാഗം മാത്രം അകത്തോട്ട് കയറ്റിയാൽ മതി. ഇത് ശരിക്കും റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം കത്തി കൊണ്ട് തന്നെ പയ്യെ ഇതൊന്ന് വിടർത്തി കൊടുക്കാം. ഇനി ഫ്ലവറിന്റെ ആ ഒരു ബേസ് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ബൾജ് ചെയ്തിരിക്കുന്ന സൈഡ്സ് നമുക്ക് താഴോട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കട്ട് ചെയ്തിരിക്കുമ്പോൾ ആ ബൾജ് ചെയ്ത സൈഡ് തന്നെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ വേറെ സൈഡ്സ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ സീഡ്സിലൂടെ കട്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് താഴെ വരെ പോകേണ്ട കാര്യമില്ല. ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി താഴെ. ഇപ്പോൾ സൈഡ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് പയ്യെ ഇതൊന്ന് വിടർത്തിയെടുക്കാം. അതിനുശേഷം ഈ കാണുന്ന സ്കിന്നുകളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഈ സ്കിന്നുകളാണ് ഇതിനകത്തുള്ള സീഡ്സ് മുഴുവൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കളയുകയാണെങ്കിൽ തിരിച്ചു വെച്ച് സ്പൂൺ വെച്ച് കൊട്ടിയെടുക്കുമ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ സീഡ്സ് സ്കിന്നിൽ നിന്ന് അടർന്നു വരും. ഇതിനി ഒന്ന് മുറിച്ചതിന് ശേഷം ശരിക്കും വിടർത്തിയിട്ട് കമത്തി വെച്ച് നമുക്ക് സ്പൂൺ വെച്ചിട്ടാണ് ഇത് കൊട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ്സ് മുഴുവൻ ആ വെള്ളത്തിനകത്തോട്ട് വീഴും. നമ്മളിങ്ങനെ ഡയറക്റ്റ് വെള്ളത്തിനകത്തോട്ട് ഇതിൻ്റെ സീഡ്സ് കൊട്ടിയിടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന സ്കിന്നെല്ലാം ആ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ആ സ്കിന്നും സീഡ്സും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് പറ്റും. നിങ്ങൾ സ്പൂൺ വെച്ച് കൊട്ടിയെടുക്കുമ്പോൾ ഞാൻ സൈഡ് വെച്ചിട്ടാണ് കൊട്ടിയെടുക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ടല്ല കൊട്ടിയെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊന്ന് ട്രൈ ചെയ്താൽ മതി. ചിലപ്പോൾ ഇങ്ങനെ കമത്തി വെച്ചിട്ട് കൊട്ടിയെടുക്കുമ്പം അധികം വരുന്നില്ലെങ്കിൽ നിങ്ങളത് നേരെ വെച്ചിട്ട് ശരിക്കും ഒന്ന് വിടർത്തിയതിന് ശേഷം പിന്നെയും കമത്തി വെച്ച് ഇങ്ങനെ എടുത്താൽ മതി. ചിലപ്പം അതിൻ്റെ സ്കിന്നെല്ലാം കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരാത്തത്. ഇവിടെ ഇപ്പം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് 1/2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഒരു സൈഡ് വൃത്തിയാക്കിയെടുക്കാൻ. വൃത്തിയാക്കിയെടുത്തപ്പം അവിടെ ഇവിടെയായിട്ട് കുറച്ച് സീഡ്സ് കാണും. അത് നമുക്ക് കൈ വെച്ചിട്ട് റിമൂവ് ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഡീസൈഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുന്നതിന് പകരം മുഴുവനായിട്ട് കമത്തി വെച്ചിട്ടും കൊട്ടിയെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയേക്കുന്നത് ഈ മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊമോഗ്രാനേറ്റിന് സീഡ്സ് മുഴുവൻ ഈ വെള്ളത്തിനകത്തോട്ട് നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് കഴിയുന്നതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈസി ആണെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്